ജർമ്മൻസ് അവരുടേതായുള്ള സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ നമ്മളൊരു മലയാളി എന്ന രീതിക്ക് നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ട്യൂട്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് നിനക്ക്? ട്യൂട്ടേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ എത്ര ചോദിച്ചാലും പറഞ്ഞു തരും. ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും. നമ്മൾ ദേഷ്യപ്പെടില്ല. പിന്നെ നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ഇത് അവർക്കും ഉണ്ട്. ഈ ECL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ നിനക്കുണ്ടായ ചാലഞ്ചസ് എന്തൊക്കെയാണ്? പ്രശ്നം ഹ്യോറൻ, അതാണ് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ജർമ്മൻസ് അവരുടേതായുള്ള സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ നമ്മളൊരു മലയാളി എന്ന രീതിക്ക് നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ജർമ്മൻ സിനിമസ് ചെറുപ്പത്തിലല്ല, ഒരു 10 തൊട്ട് ഞാൻ ഏകദേശം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ലാങ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഈ ജർമ്മനി ഒറ്റയടിക്ക് പറഞ്ഞ കേട്ടോ എന്തായാലും ഇപ്പം തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന വരും. ഈ ജർമ്മൻ പഠിക്കാനായിട്ട് നീ ഉപയോഗിച്ച നിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും ഇല്ല. ക്ലാസ്സിൽ കേൾക്കും, മനസ്സിലാക്കും, വീട്ടിൽ ഹോസ്റ്റലിൽ പോവും, ഒന്ന് റിവൈസ് ചെയ്യും, അടുത്ത ദിവസം പോയും കേൾക്കും. ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാതെ തന്നെ. അല്ല, നീ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പഠിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും? പ്ലാൻ ചെയ്ത് പഠിക്കുക വെച്ചാൽ രാവിലെ എണീച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പറഞ്ഞ നൗൺസിൻ്റെ ആർട്ടിക്കിൾ കാണാണ്ട് പഠിക്കും. ആ ഒറ്റ കാണാണ്ട് പഠിത്തം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ മനസ്സിലാക്കി എടുക്കുക തന്നെ.